ഹലോ നമസ്കാരം, ഏവർക്കും ട്യൂട്ട് ബോക്സിലേക്ക് സ്വാഗതം. ഞാൻ പ്രവീൺ സെബാസ്റ്റ്യൻ പോൾ. പ്രിയ വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ ഈ ഒരു ലെക്ചറിൽ ഡിസ്കസ് ചെയ്യുന്നത് UML ഡയഗ്രത്തിലെ ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രാം എന്നൊരു ടോപ്പിക്കിനെ കുറിച്ചാണ്. പ്രിയ വിദ്യാർത്ഥികളെ, ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രാം എന്നത് ഒരു പർട്ടിക്കുലറായിട്ടുള്ള സിസ്റ്റത്തിൻ്റെ ഫിസിക്കൽ ഹാർഡ്വെയറുകളും സോഫ്റ്റ്വെയറുകളെയും എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എന്ന് വിഷ്വലൈസ് ചെയ്യാനായിട്ടാണ്. എങ്ങനെയാണ് സിസ്റ്റം ഫിസിക്കലി ഏതൊക്കെ ഹാർഡ്വെയറിനകത്താണ് ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്, സോഫ്റ്റ്വെയർസ് ഏതൊക്കെ ഹാർഡ്വെയർസിനകത്താണ് ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്, ദെൻ അതിനുശേഷം ഈ സോഫ്റ്റ്വെയറുകളും ഹാർഡ്വെയറുകളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസോ കണക്ഷൻസോ ഒക്കെ നമുക്ക് എങ്ങനെയൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാം, അതിനുവേണ്ടി സഹായിക്കുന്ന മിഡിൽ വെയർ സിസ്റ്റങ്ങൾ ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് അവരുടെ റിലേഷൻഷിപ്പ് വരുന്നത് എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് ഒരു ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രത്തിൻ്റെ ഉത്തരവാദിത്തം എന്നത്. നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള മറ്റ് ഏതൊരു UML ഡയഗ്രത്തെ എടുത്താലും, ക്ലാസ് ഡയഗ്രാം ആണെങ്കിലും ദെൻ യൂസ് കേസ് ഡയഗ്രാം, കമ്പോണൻറ്റ് ഡയഗ്രാം, ഇങ്ങനെ പല ഡയഗ്രങ്ങളും നമ്മൾ വരയ്ക്കുന്നതായിട്ട് കണ്ടു. ഈ ഡയഗ്രങ്ങളുടെ എല്ലാം പ്രത്യേകത, അതെല്ലാം ലോജിക്കലായിട്ടുള്ളൊരു ആസ്പെക്റ്റിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ടുള്ള UML ഡയഗ്രാംസ് ആയിരുന്നു. അപ്പോൾ ഏതൊക്കെ ക്ലാസ്സുകളാണുള്ളത്, ഏതൊക്കെ ഒബ്ജക്റ്റുകളാണുള്ളത്, അവർ തമ്മിലുള്ള അസോസിയേഷൻസ് എന്തൊക്കെയാണ്, അപ്പോൾ ഇങ്ങനെയുള്ള ലോജിക്കൽ ഫാക്ടേഴ്സിനെയാണ് ഇതിനു മുമ്പുള്ള ഏതൊരു UML ഡയഗ്രാം നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കുക. എന്നാൽ ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രത്തിൻ്റെ പ്രത്യേകത, ഹാർഡ്വെയർ ടോപ്പോളജീസ് എങ്ങനെയാണ് വരിക. നമ്മൾ ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സോഫ്റ്റ്വെയർസ് ഏത് ഹാർഡ്വെയർസിനകത്താണ് ഡിപ്ലോയ് ചെയ്യുക, അങ്ങനെയുള്ള ഏതൊക്കെ ഹാർഡ്വെയർസിനെ നമുക്ക് കാണാൻ സാധിക്കും, ഈ ഹാർഡ്വെയറുകളിൽ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസിനെ എങ്ങനെ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാം. ഇതിനൊക്കെ സഹായിക്കുന്ന ഡയഗ്രമാണ് ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രാം. സാധാരണ നമ്മൾ പറയാറുള്ളത് പോലെ ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രത്തിൻ്റെ നൊട്ടേഷനുകളിലേക്ക് വരികയാണെങ്കിൽ ആദ്യം നമ്മൾ കാണുന്ന നൊട്ടേഷനാണ് നോഡ് എന്ന റെപ്രസെൻറ്റേഷൻ. നോഡിനെ ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു ക്യൂബ് മുഖാന്തരമാണ്. ക്യൂബിന് നോഡിൻ്റെ പേര് കൊടുക്കുവാനായിട്ടുള്ള ഒരു പോർഷൻ ഉണ്ടാവും. ഈ നോഡെന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഒരു ഹാർഡ്വെയറോ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ എലമെൻറ്റോ ആകാം. എന്ത് ഫിസിക്കൽ എൻറ്റിറ്റിയാണ്, എന്ത് ഫിസിക്കലായിട്ടുള്ളൊരു എൻറ്റിറ്റിയാണ് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള സിസ്റ്റം റെപ്രസെൻറ്റേഷന് വേണ്ടി യൂസ് ചെയ്യുക. ഫിസിക്കൽ എൻറ്റിറ്റീസിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ നോഡുകളെ ഉപയോഗിക്കുക. നോഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു ക്യൂബിൻ്റെ ഹെൽപ്പോടുകൂടിയാണ്. രണ്ടാമത് നമ്മൾ കാണുന്ന ഒരു സിമ്പിളാണ് ആർട്ടിഫാക്റ്റുകൾ. ആർട്ടിഫാക്റ്റുകൾ എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് മുഖാന്തരം ഉണ്ടാകുന്ന എലമെൻറ്റുകളെയാണ് നമ്മൾ ആർട്ടിഫാക്റ്റുകൾ എന്ന് വിളിക്കുക. സാധാരണഗതിയിൽ ലൈബ്രറീസോ ഡാറ്റാബേസുകളോ കോൺഫിഗറേഷൻ ഫയൽസോ എക്സിക്യൂട്ടബിൾ ഫയലുകളോ ഒക്കെയാണ് നമ്മൾ ആർട്ടിഫാക്റ്റ് എന്നുള്ളൊരു പേരിൽ അറിയപ്പെടുക. മൂന്നാമത് നമുക്ക് അസോസിയേഷൻ എന്ന് പറയുന്ന റെപ്രസെൻറ്റേഷൻ വരും. അസോസിയേഷൻ റെപ്രസെൻറ്റേഷനെ ഒരു സോളിഡ് ലൈൻ മുഖാന്തരമാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. പ്രിയ വിദ്യാർത്ഥികളെ, ഈ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രത്തിനെ ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് നോക്കാം. ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രമാണ് നമ്മൾ വരയ്ക്കുന്നത്. തീർച്ചയായിട്ടും ഓൺലൈൻ ഷോപ്പിംഗ് സിസ്റ്റം നടക്കണമെങ്കിൽ ഒരു കസ്റ്റമർ ഒരു ഓൺലൈൻ വെബ്സൈറ്റിനെ ആക്സസ് ചെയ്യണം. കസ്റ്റമർ ഒരു ഓൺലൈൻ വെബ്സൈറ്റിനെയോ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ആപ്പിനെയോ ആക്സസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ കസ്റ്റമർ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കമ്പ്യൂട്ടർ മുഖാന്തരമോ ലാപ്ടോപ്പ് മുഖാന്തരമോ അല്ലെങ്കിൽ ഒരു സ്മാർട്ട് ഫോൺ മുഖാന്തരമോ ആയിരിക്കും ഒരു ഓൺലൈൻ വെബ്സൈറ്റിനെ ആക്സസ് ചെയ്യുക. കസ്റ്റമറിൻ്റെ ഒരു ഹാർഡ്വെയർ ഉണ്ട്. ആ ഹാർഡ്വെയർ എന്നത് ഒന്നെങ്കിൽ ഒരു പേഴ്സണൽ കമ്പ്യൂട്ടർ ആവാം, അതല്ല എങ്കിൽ ഒരു ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ആകാം, അതുമല്ലെങ്കിൽ ചുരുങ്ങിയത് ഒരു സ്മാർട്ട് ഫോണെങ്കിലും ആകാം, ഒരു മൊബൈൽ ഫോണെങ്കിലും ആകാം. ഒരു ഫോൺ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ഡിവൈസിനെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ആ ഫിസിക്കൽ ഡിവൈസിനെയാണ് ഒരു നോഡിലൂടെ ഞാൻ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നു. നോഡിന് നൽകിയിരിക്കുന്ന പേര് കസ്റ്റമർ PC എന്നാണ്. കസ്റ്റമർ പേഴ്സണൽ കമ്പ്യൂട്ടർ എന്നാണ് ഞാനിവിടെ പേര് നൽകിയിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ കസ്റ്റമർ മൊബൈൽ ഫോണും നൽകാം, കസ്റ്റമർ സ്മാർട്ട് ഫോണും നൽകാം, കസ്റ്റമർ ലാപ്ടോപ്പെന്ന് നൽകാം. അപ്പോൾ എന്ത് ഡിവൈസ് ആണോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ആ പർട്ടിക്കുലർ ഡിവൈസിനെ ഒരു നോഡിലൂടെ ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇറ്റ് ഈസ് എ ഫിസിക്കൽ കമ്പോണൻറ്റ്. ഫിസിക്കലി നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കമ്പോണൻ്റ് ആണത്. രണ്ടാമത്തെ ഒരു കമ്പോണൻ്റാണ് ഓൺലൈൻ ഷോപ്പിംഗ് സെർവർ എന്നുള്ള കൺസെപ്റ്റ്. നമുക്കറിയാം, പലപ്പോഴും വെബ്സൈറ്റുകളാണെങ്കിലും വെബ് ആപ്പുകളാണെങ്കിലും ഒരു സെർവറിലാണ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്കറിയാവുന്നൊരു കൺസെപ്റ്റാണ്. ഈ സെർവറിനെ ഒരുപക്ഷെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല, പക്ഷേ അങ്ങനെ ഒരു കമ്പോണൻ്റ് ഉണ്ട്, അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട് എന്ന് നമുക്കറിയാം.
സോ ഈ സെർവറിനെ ഒന്നുകിൽ ഒരു ലോജിക്കൽ കമ്പോണൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ കമ്പോണൻ്റ് ആയിട്ടോ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ സെർവറിനെ ഒരു ഫിസിക്കൽ കമ്പോണൻ്റ് ആയിട്ടുള്ള ഒരു നോഡിലൂടെ റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. സോ അവർ സെക്കൻഡ് നോഡ് ഈസ് ഓൺലൈൻ ഷോപ്പിംഗ് സെർവർ. സോ ഈ രണ്ട് ഫിസിക്കലായിട്ടുള്ള കമ്പോണൻറ്റ് എക്സിസ്റ്റ് ചെയ്താലേ നമുക്കൊരു ഓൺലൈൻ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള മിനിമൽ റിക്വയർമെൻ്റ് എങ്കിലും ഇവിടെ ഒക്കർ ചെയ്യത്തുള്ളൂ. സോ എനിക്ക് ഓൺലൈൻ ഷോപ്പിംഗ് വെബ്സൈറ്റ്, ഇപ്പോൾ ഏതെങ്കിലും ഒരു ഷോപ്പിംഗ് വെബ്സൈറ്റ് നിങ്ങൾക്ക് എടുക്കാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഫ്ലിപ്കാർട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഫോണിനകത്തുള്ള ഏതെങ്കിലും ഒരു ബ്രൗസർ മുഖാന്തരമോ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ വെബ്സൈറ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഷോപ്പിംഗ് ആപ്പിൻ്റെ ആപ്ലിക്കേഷൻ മുഖാന്തരമോ മാത്രമേ നിങ്ങൾക്ക് ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള വെബ് സെർവറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയത്തുള്ളൂ. സോ നമ്മുടെ കസ്റ്റമർ പി സിയിൽ എൻ്റെ പർട്ടിക്കുലർ ആയിട്ടുള്ള സിസ്റ്റത്തിൽ മൊബൈൽ ഫോണിൽ ഒന്നെങ്കിലും ഒരു വെബ് സെർവർ വേണം. അത് ചിലപ്പോൾ ഗൂഗിൾ ക്രോം ആവാം, ഫയർഫോക്സ് ആവാം, എക്സ്പ്ലോറർ ആകാം. അതുമല്ല എങ്കിൽ ഈ വെബ്സൈറ്റിൻ്റെ ഒരു ആപ്ലിക്കേഷനും ആകാം, മൊബൈൽ ആപ്ലിക്കേഷൻ വേണമെങ്കിലും ആകാം. സോ ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള റെപ്രസെൻറ്റേഷനെ ഞാനിവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് ഒരു വെബ് ബ്രൗസർ മുഖാന്തരമാണ്. ഈ വെബ് ബ്രൗസറിനെ ഒരു കമ്പോണൻ്റ് ആയിട്ടാണ് ഞാനിവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഈ കസ്റ്റമർ പി സിക്കകത്തുള്ള ഒരു കമ്പോണൻ്റാണ് വെബ് ബ്രൗസർ. വെബ് ബ്രൗസർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഷോപ്പിംഗ് ആപ്പ് അല്ലെങ്കിൽ വെബ്സൈറ്റ് മുഖാന്തരമാണ്. ആ വെബ്സൈറ്റിനെ ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ഓൺലൈൻ ഷോപ്പിംഗ് സെർവറിനകത്താണ്. സോ രണ്ട് കമ്പോണൻറ്റുകളെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഈ കമ്പോണൻറ്റിന് ശേഷം നമ്മൾ കാണുന്ന റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഓൺലൈൻ ഷോപ്പിംഗ് സെർവറാണ് ഇവിടെ ഒരു സർവീസിനെ പ്രൊവൈഡ് ചെയ്യുന്നത്. സർവീസിനെ പ്രൊവൈഡ് ചെയ്യുന്നത് ഓൺലൈൻ ഷോപ്പിംഗ് വെബ്സൈറ്റാണ്. കസ്റ്റമർ പി സിയാണ് ആ സർവീസിനെ ആക്സസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ കമ്പോണൻറ്റ് ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള റെപ്രസെൻറ്റേഷൻസും നൊട്ടേഷൻസും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്താണ് ഒരു കമ്പോണൻ്റ് എന്നുള്ള റെപ്രസെൻറ്റേഷൻ. രണ്ടാമത് നമ്മൾ കണ്ടു എങ്ങനെയാണ് ഒരു റിലേഷനെ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക, എങ്ങനെയാണ് ഡിപ്പെൻഡൻസി നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക. സോ ആ റെപ്രസെൻറ്റേഷൻസ് ഒക്കെ തീർച്ചയായിട്ടും നമുക്ക് ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രത്തിലും വരയ്ക്കാനായിട്ട് സാധിക്കും. സോ ഇവിടെ സർവീസിനെ പ്രൊവൈഡ് ചെയ്യുന്നത് ഓൺലൈൻ ഷോപ്പിംഗ് സെർവറിനകത്തുള്ള ഒരു കമ്പോണൻ്റ് ആയിട്ടുള്ള ഷോപ്പിംഗ് ആപ്പോ അല്ലെങ്കിൽ ഷോപ്പിംഗ് വെബ്സൈറ്റോ മുഖാന്തരമാണ്. സോ ദാറ്റ് പർട്ടിക്കുലർ വെബ്സൈറ്റ് ഓർ ആപ്പ് ഈസ് പ്രൊവൈഡിങ് ദ സർവീസ് ആൻഡ് കസ്റ്റമർ പി സിക്കകത്തുള്ള ഒരു ബ്രൗസർ മുഖാന്തരമാണ് ഈ സർവീസിനെ ഞാൻ ആക്സസ് ചെയ്യുന്നത്. ഇവിടെ ലോഗിൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ റിലേഷനിലൂടെയാണ് ഈ റിലേഷൻഷിപ്പിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സിസ്റ്റത്തിനകത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആർട്ടിഫാക്റ്റുകളെ കാണാൻ സാധിക്കും. സോ ഷോപ്പിംഗ് ആപ്പ് അല്ലെങ്കിൽ ഷോപ്പിംഗ് വെബ്സൈറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഷോപ്പിംഗ് സെർവറിനകത്ത് ഒരു യൂസർ ഡേറ്റാബേസ് എന്ന് പറയുന്ന ഒരു ആർട്ടിഫാക്റ്റ് ഉണ്ടാകും. സോ ഈ ഡേറ്റാബേസിനകത്താണ് കസ്റ്റമറിൻ്റെ എല്ലാ ഡീറ്റെയിൽസിനെയും സാധാരണഗതിയിൽ സേവ് ചെയ്തിട്ടുണ്ടാവുക. സോ വി ക്യാൻ സി എ യൂസർ ഡേറ്റാബേസ് ആർട്ടിഫാക്റ്റ് ഇൻ ദ ഓൺലൈൻ ഷോപ്പിംഗ് സെർവർ and the shopping website or shopping app is connected with that particular user database. In a similar way, നമുക്ക് മറ്റൊരു റെപ്രസെൻറ്റേഷനും കൂടെ ഇവിടെ കാണാം, മറ്റൊരു നോഡിനെ കൂടെ ഇവിടെ കാണാം. ബാങ്ക് സെർവർ എന്ന നോഡിനെ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ബാങ്ക് സെർവറിനെ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സർവീസ് എനാക്ട് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള റിയാക്ഷനിൽ അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിനകത്ത് നമ്മുടെ ഓപ്പറേഷൻസിനെ ഓൺലൈൻ എൻവയോൺമെൻറ്റിൽ ഒരു ട്രാൻസാക്ഷൻ, ക്യാഷ് ട്രാൻസാക്ഷൻ ഒക്കെ ചെയ്യിക്കണമെങ്കിൽ ബാങ്ക് സെർവർ മുഖാന്തരം മാത്രമേ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ബാങ്ക് സെർവറിനെ പുതിയൊരു നോഡായിട്ട് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇറ്റ്സ് ആൻ ഇൻഡിപെൻഡൻറ്റ് നോഡ്. മറ്റെവിടെയോ ഇരിക്കുന്ന ഫിസിക്കലി വേറെ ഏതോ ഒരു സ്ഥലത്തിരിക്കുന്ന ബാങ്ക് സെർവറാണ്. ഈ ബാങ്ക് സെർവർ മുഖാന്തരമാണ് നമുക്ക് ഓൺലൈൻ ക്യാഷ് ട്രാൻസാക്ഷൻസ് ഒക്കെ ചെയ്യിക്കാൻ സാധിക്കുക. സോ ഓൺലൈൻ ഷോപ്പിംഗ് സെർവറും ബാങ്ക് സെർവറും തമ്മിൽ റിലേഷൻ ഉണ്ടാവും, ഡയറക്റ്റ് അസോസിയേഷൻ ഉണ്ടാവും. ബാങ്ക് സെർവറിനകത്ത് ബാങ്കിങ് ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ബാങ്കിങ്ങിൻ്റെ വെബ്സൈറ്റോ നമുക്ക് കാണാം. ഈ വെബ്സൈറ്റ് ആക്സസ് ചെയ്യുന്നത് കസ്റ്റമർ തൻ്റെ ബ്രൗസറിലൂടെ ലോഗിൻ എന്ന് പറയുന്ന റിലേഷൻഷിപ്പിലൂടെ ബാങ്ക് സെർവർ നൽകുന്ന സർവീസിനെ ആക്സസ് ചെയ്യാനായിട്ട് കസ്റ്റമറിന് സാധിക്കും. സിമിലർ വേ ബാങ്ക് സെർവറിനകത്ത് നമുക്കൊരു ആർട്ടിഫാക്റ്റിനെയും കാണാം. കസ്റ്റമർ ഡേറ്റാബേസിൻ്റെ ഒരു ആർട്ടിഫാക്റ്റിനെ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. യൂസറിൻ്റെ അക്കൗണ്ട് നമ്പർ, അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ്, ആ അക്കൗണ്ടിനകത്തുള്ള ക്യാഷ് ട്രാൻസാക്ഷൻസ്, വിഡ്രോവലും ഡെപ്പോസിറ്റും ഒക്കെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഡേറ്റാബേസിനെ നമുക്ക് ബാങ്ക് സെർവറിനകത്ത് കാണാൻ സാധിക്കും. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് ആൻ ആർട്ടിഫാക്റ്റ്.
ആൻഡ് ഫൈനലി നമ്മുടെ കസ്റ്റമർ പി സിയിൽ നോക്കിക്കഴിഞ്ഞാലും കസ്റ്റമർ പി സിയിലും കുറേയധികം ആർട്ടിഫാക്റ്റുകളുണ്ട്. അവിടെ കാണുന്ന ആർട്ടിഫാക്റ്റ് അല്ലെങ്കിൽ സേവ് ചെയ്യപ്പെടുന്ന ഡേറ്റാസ് എന്ന് പറയുന്ന ഫയൽസ് ഉണ്ടാവും, കുക്കീസ് ഉണ്ടാവും, ഹിസ്റ്ററി ഫയൽസ് ഉണ്ടാവും. ഇങ്ങനെ ഈ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന സമയത്ത് കസ്റ്റമറിൻ്റെ പി സിയിലും അല്ലെങ്കിൽ കസ്റ്റമറിൻ്റെ ഡിവൈസിനകത്തും ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള ഡേറ്റാസിനെ ടെമ്പററി ആയിട്ട് സേവ് ചെയ്യുന്ന ഒരു മെക്കാനിസം നമുക്ക് കാണാം. സോ ഇങ്ങനെയാണ് നമ്മളൊരു ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രത്തെ വരയ്ക്കുക. സോ ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രം നമ്മൾ ആദ്യമേ സൂചിപ്പിച്ചു, ഫിസിക്കൽ കമ്പോണൻസിനെയാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുക. ഫിസിക്കൽ കമ്പോണൻറ്റിനകത്ത് ഏതൊക്കെ രീതിയിലാണ് ലോജിക്കൽ കമ്പോണൻസ്, അതായത് ഏതൊക്കെ ഹാർഡ്വെയറിനകത്തേക്കാണ് സോഫ്റ്റ്വെയർസിനെ നമ്മൾ ഡിപ്ലോയ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു ഓൺലൈൻ വെബ്സൈറ്റ് ആണ് എങ്കിൽ ആ വെബ്സൈറ്റിനെ ഹോസ്റ്റ് ചെയ്യുന്ന ഒരു സെർവർ വേണം. ആ സെർവറിനെ നമുക്കൊരു നോഡിനൂടെ റെപ്രസെൻ്റ് ചെയ്യാം. ഈ സെർവറിനെ ആരൊക്കെയാണ് ആക്സസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ കമ്പോണൻസുമായിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത്, ഏതൊക്കെ നോഡുകൾ തമ്മിലാണ് റിലേറ്റ് ചെയ്യുന്നത് എന്നുള്ള ഫിസിക്കൽ റെപ്രസെൻറ്റേഷനെ സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രത്തെ വരയ്ക്കാറുള്ളത്. സോ ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രം വിഷ്വലൈസസ് the physical hardware and software of a system and it helps to model the hardware topology of a system. സോ മറ്റു സിസ്റ്റങ്ങളിൽ നിന്ന്, മറ്റ് UML ഡയഗ്രത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ലോജിക്കൽ കമ്പോണൻസിനെ എല്ലാം മറിച്ച് ഫിസിക്കൽ അല്ലെങ്കിൽ ഹാർഡ്വെയർ ടോപ്പോളജിയാണ് സാധാരണഗതിയിൽ ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. സോ പ്രിയ വിദ്യാർത്ഥികളെ, നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനൊരു ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രം വരയ്ക്കണമെങ്കിൽ നമുക്ക് 3 കമ്പോണൻറ്റുകളെയാണ്, 3 ടോപ്പോളജീസിനെയാണ്, 3 നൊട്ടേഷൻസിനെയാണ് സാധാരണഗതിയിൽ അറിഞ്ഞിരിക്കേണ്ടത്. 3 നൊട്ടേഷൻസ് എന്ന് പറയുന്നത് നോഡ്, ആർട്ടിഫാക്റ്റ് ആൻഡ് അസോസിയേഷൻ എന്ന് പറയുന്ന നൊട്ടേഷനിലൂടെയാണ് നമ്മൾ ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രം വരയ്ക്കുക. പ്രിയ വിദ്യാർത്ഥികളെ, ഈ ഒരു ലെക്ചർ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാവുന്നതാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു. മറ്റൊരു ലെക്ചറുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഏവർക്കും നന്ദി, നമസ്കാരം.